Sir? Yes. Why you are late? ചോദിച്ചേ കേട്ടില്ലേ? സാർ, അത് വയറ്റിന് നല്ല സുഖമില്ലായിരുന്നു. അതിന് എനിക്ക് ചപ്പാത്തി ഒന്നും ശീലമില്ല. വീട്ടിലെന്നും രാവിലെ കഞ്ഞിയാ. പെട്ടെന്ന് ഹോസ്റ്റലിലേക്ക് തിരിച്ചുപോയി. അതുകൊണ്ടാ ലേറ്റ് ആയത്. Come on, get in. സാർ, Put your seat. Silence, silence. അതിന് മാത്രം ഇവിടെ എന്തുണ്ട്? Come on, listen to the class. Silence. അരുത് കേട്ടോ, ക്ലാസ്സിൽ ഇങ്ങനെ ചെയ്തൂടാ. Come on, you get up. ഞാനല്ല സാർ. Silence. Both of you get out. വച്ചിട്ടുണ്ട് നിനക്ക് ഞാൻ. താങ്ക് യു സാർ. You sit down. Now come to the point. നീ ഞങ്ങളെ ചൂണ്ടിക്കൊടുക്കല്ലടാ. ക്ലാസ്സിൽ നല്ല പിള്ള ചമയം വന്നിരിക്കുന്നു. അല്ലടാ? ഇല്ല, ഞാൻ പറഞ്ഞില്ലല്ലോ. നീ പറഞ്ഞില്ലല്ലോടാ പൊന്നാര കുട്ടപ്പ. അയ്യോ കഷ്ടം. എന്തിനാ എന്റെ പേരോട് വരുന്നത്? അത് കൊള്ളാം. ഞാൻ എന്താ ചുമട് താങ്ങി ചമ്മുണ്ണി. ഇനി എങ്ങാനും ക്ലാസ്സിൽ ഷൈൻ ചെയ്യാൻ ശ്രമിച്ചാൽ കണ്ടില്ലേ ഒരു കോലം? 6 അടി നീളമുണ്ട്. കണ്ടിട്ട് എന്താ ഒരു കുറവ്? ആണാണത്ര. ആണ്. നാണല്ലേ വേഷം കെട്ടി നടക്കാൻ? കുഞ്ഞുണ്ണി, കുഞ്ഞുണ്ണി, നമ്മുടെ നാടിന്റെ വില കളയരുത്. അവര് കുഞ്ഞുണ്ണി ഇത്രയൊക്കെ ചെയ്തപ്പോ കുഞ്ഞുണ്ണിക്ക് എന്തെങ്കിലും ചെയ്തുകൂടായിരുന്നോ? കുഞ്ഞുണ്ണി വിചാരിക്കുന്ന പോലെ ഒന്നല്ല. ശിവന്മാർക്കൊന്നും ധൈര്യമില്ല. ഒന്ന് കൈ ഓങ്ങിയാ മതി, എല്ലാം ഓടും. കുഞ്ഞുണ്ണിയായിട്ട് ആരുടെയും മെക്കെട്ട് കയറാൻ പോണ്ട. ഇങ്ങോട്ട് വന്നാ ഒരുത്തനും വിടരുത്. അവര് കുഞ്ഞുണ്ണിയെ കാണിക്കുന്ന കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല. അവരെ കടിച്ചു കയറാനുള്ള ദേഷ്യം വന്നു. നാറികൾ. പിന്നെ പോയിട്ട് കുറച്ച് ചുടുവെള്ളത്തിൽ ഉപ്പിട്ട് കുടിക്കണം. ദേഹത്തിന് നല്ലതാ. ഇടിയും ചതവൊക്കെ ഏറ്റതല്ലേ. ദേ പോകുന്നൊരു കുരങ്ങൻ. ഇപ്പൊ വാനര സംഘത്തിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്യും നമ്മൾ രണ്ടുപേരും സംസാരിച്ച കാര്യം. ഇനിയിപ്പോ കുറച്ചു ദിവസത്തേക്ക് അവർക്ക് അത് മതി. അവരെന്ത് വേണേ പറഞ്ഞോട്ടെ, എനിക്കൊരു ചുക്കുമില്ല. പിന്നെ ഒരു കാര്യം, ഇതിനെക്കുറിച്ച് അവരാരെങ്കിലും ചോദിക്കാൻ വന്നാ വിട്ടുകൊടുക്കരുത്. ശരിക്കും ഒപ്പത്തിനൊപ്പം നിൽക്കണം. ഓക്കെ? ഞാൻ വരട്ടെ. ഉപ്പിട്ട ചൂടുവെള്ളത്തിനേക്കാൾ നല്ലത് ഒരു വൈദ്യനെ കൊണ്ട് തിരുമിക്കുന്നതല്ലേ? അതിലും നല്ലതേ കുറച്ച് നെല്ലിക്ക തലയിൽ തളം വെച്ചാ മതി. നെല്ലിക്കയോ? അതിനല്ലല്ലോ.
കൃഷ്ണ ഗുരുവരെ പരീക്ഷിക്കണേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ കണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മറാപ്പുകേറ്റുന്നതും ഭവാൻ. കുഞ്ഞുണ്ണിക്ക് പാടാനറിയും? അങ്ങനെയൊന്നുമില്ല, ഇത് ഞാനപ്പാനെയാ. എന്തായാലും എന്താ കുഞ്ഞുണ്ണി, നല്ല ശബ്ദമാ. കുഞ്ഞുണ്ണിക്ക് വന്നേ. എന്തിനാ? പറയാം. ഞാൻ മരുന്ന് കഴിച്ചോണ്ടിരിക്കുക. സാരല്ല, അല്ല പേടിക്കണ്ട കുഞ്ഞുണ്ണി, വാന്നേ. ഒന്ന് വാന്നേ. അത് വാ. പെൺപിള്ളേരെ പോലെ നാടല്ലേ? എന്നെ ഒന്നും ചെയ്യല്ലേ. പറയുന്നത് കുഞ്ഞുണ്ണി മനസ്സിലൊന്നും വച്ചേക്കരുത്. കഴിഞ്ഞതെല്ലാം കാമ്പസിനകത്ത് തമാശയായി മാത്രമേ കരുതാം. ഓക്കെ? ടേക്ക് ഇറ്റ് ഈസി മാൻ. കുഞ്ഞുണ്ണി, ഈ ശനിയാഴ്ച കോളേജിലെ ഫംഗ്ഷനാണ്. നമ്മുടെ ഹോസ്റ്റലിന്റെ പോയ ഒരു ഗാനമേള ഉണ്ട്. നോക്കിയിട്ട് ഇക്കൂട്ടത്തിൽ പാടാറിയാവുന്ന ഒറ്റ ഒരുത്തം പോലും ഇല്ല. കുഞ്ഞുണ്ണി ഞങ്ങളെ സഹായിക്കണം. അയ്യോ, എനിക്കറിയില്ലെന്നേ. ഞാൻ വെറുതെ പാടിയതല്ലേ. വെറുതെ ആയാലും ശരി, സീരിയസ് ആയാലും ശരി, തന്റെ നല്ല സ്വരമാണ്, താൻ തന്നെ പാടണം. അല്ലേ? അതെ അതെ. ഇഷ്ടമുള്ളത് പാടിക്കോ. ക്ലാസിക്കലോ, ലൈറ്റ് മ്യൂസിക്കോ, നാടനോ, മറുനാടനോ, എന്ത് വേണമെങ്കിലും. എന്ത് വേണേ പാടിക്കോ.